ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. രാവിലെ ഇപ്പൊ എം പിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? ആരംഭത്തിൽ അപമാനം. അങ്ങനെയല്ലല്ലോ. വി കെ ശ്രീ എം പിയുമായിട്ട് പാലക്കാട് എം എൽ എ കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാലക്കാടിന്റെ എം പിയെ കാണുമ്പോൾ പാലക്കാടിന്റെ എം എൽ എക്ക് സംസാരിക്കാൻ പാടില്ലേ? നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPM നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJP ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഈ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാ? അത് വേണ്ട. രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇത് കാണാം അല്ലേ? വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. രാഹുലും വി കെ ശ്രീയും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാടിന്റെ വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? വേറെ ആൾക്കാരെ കുറിച്ച് ഇല്ലാത്തത് പറയാന്ന് വെച്ചാൽ മോശമല്ലേ അന്തരേട്ടാ? നീയല്ലോ പറയുന്നത്, ഞാനല്ലേ. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാ നിങ്ങളോട് വിശദീകരിക്കുന്നതിനാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അണ്ണന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഈ നാട്ടിൽ ആദ്യത്തെ ആള് സാറായിരിക്കും. ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എന്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള രണ്ട് ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിലെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. എനിക്ക് പരിചയമുള്ള ഒരാള് എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമോ എന്നുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാര്യം പാലക്കാട് എം പിയോട് തന്നെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനോട് തന്നെ രാഹുലിന് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അനുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതിർവരം വിടാൻ ഞാൻ ആളല്ല. 100% ഞാൻ യോജിക്കുന്നു. പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലടക്കം മുഖം തരാതെ പോയൊരു കാര്യമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പെരുന്നയിൽ വെച്ച് കണ്ട് മുഖം തരാതെ പോയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ലേ? തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കുകയാണ്. പെരുന്നയിൽ വെച്ച് തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. എങ്ങനെ സംസാരിക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്നെ കാണാതെ അദ്ദേഹം കടന്നു പോകുന്നതിന് ഒരു വിഷ്വൽ വെച്ചിട്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ. വാർത്തകൾ ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ശ്രീ എന്നാ പിന്നെ നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കൊടുക്കും. ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ച വിഷ്വൽ കൊടുക്കും. ശരി, അതെ, ഞാൻ പോകുന്നു. പോരാത്തന്നെ എനിക്ക് നാളെ പിടിപ്പത് പണിയാ. എന്തു പണി? അത് കണ്ടുപിടിക്കില്ല നാളത്തെ പണി.